ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മെയ് 10, അതായത് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനായിരുന്നു. അച്ഛൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അവരുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പോളി ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനായിരുന്നു. അതിന് ഞങ്ങളെല്ലാവരും അത് വായിച്ചാൽ സന്തോഷം തോന്നണം. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ബീർബൽ ഒരു വാചകം എഴുതി. ഈ സമയവും കടന്നു പോകും. സ്നേഹബഹുമാനപ്പെട്ട പോളി ടീച്ചർ, കുടുംബാംഗങ്ങളെ. റാക്കുളത്ത് വെച്ചൊരു ചെറിയൊരു റിസോർട്ടിലായിരുന്നു പ്രോഗ്രാം. അതിന് ടീച്ചറിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും, അവരുടെ സ്കൂളിലെ മെമ്പേഴ്സ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര പക്ക സ്റ്റാൻഡേർഡായിട്ട്, എന്നാൽ എല്ലാം ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം. ആ ഒരു ഫംഗ്ഷനിൽ ഞാൻ ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമായി അതിൽ കമ്പയർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഈ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ സെയിൻറ്റ് ആന്റണീസ് മെമ്പേഴ്സിലെ പലരും ടീച്ചറിനെ കുറിച്ച് പല അനുഭവങ്ങളും, ടീച്ചറിനെ കുറിച്ച് വളരെ സ്നേഹമായ വാക്കുകളും പങ്കുവച്ചു. ടീച്ചർ സെയിൻറ്റ് ആന്റണീസ് കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ ടീച്ചർ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ടീച്ചറിന്റെ കുടുംബത്തോട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചറിന് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നതും ടീച്ചറിന്റെ കുടുംബാംഗങ്ങൾക്കായിരിക്കും. ഇപ്പൊ ടീച്ചറിന്റെ കുടുംബത്തിലെ ഒരു ഫാമിലി മെമ്പറായ സോണി മാഡത്തിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും ഫാമിലി മെമ്പേഴ്സുമൊക്കെ ടീച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചു. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കും, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് ആ ശൂന്യത നികത്താൻ കഴിയില്ല. എൻ്റെ അമ്മയോടത്ത് എനിക്ക് അത്രയൊരു വികാരമാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയൊരു ഫീലിങ്സ് എനിക്കുള്ളതാണ്. എൻ്റെ അമ്മയോടൊപ്പം ഞാൻ കാണുന്ന ഒരാളാണ് പോൾ ടീച്ചർ. ഇനി എനിക്കറിയത്തില്ല, ഇനി ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും ഓഫീസിൽ ഇരിക്കേണ്ട ഒരു രീതിയല്ല. ഞങ്ങൾക്ക് അത്രയും സന്തോഷത്തോടെ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ആ ഓഫീസിലേക്ക് കയറാൻ പറ്റൂല എന്നറിയില്ല. ഞാൻ നേരത്തെ ആലോചിച്ച പോലെ തന്നെ എൻ്റെ അമ്മ എന്നിൽ നിന്ന് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ എന്താവുമോ എൻ്റെ വേദന, അതുപോലെ തന്നെയാണ് ടീച്ചർ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്കെന്നുള്ളതല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. വളരെ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അത്രയും നല്ലൊരു പ്രാസംഗികനായിട്ട് പോലും ഒരുപാട് തവണ വാക്കുകൾ ഇടറി. കാരണം വേറൊന്നും കൊണ്ടല്ല, അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അവരുടെ അച്ഛൻ. പിന്നീട് ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. കേട്ട എല്ലാവരും, എച്ചമ്മും അവിടെ കൂടിയിരുന്ന എല്ലാവരും ആ വാക്കുകൾ കേട്ട് കരഞ്ഞു. പിന്നീട് അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ഉപഹാരമായിട്ട് അവരുടെ സാഷ് അണിയിച്ചു, ഒരു കിരീടം അണിയിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരോടും ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിച്ചു. എച്ചമ്മിൻ്റെ ഒരു മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ എച്ചം എല്ലാവർക്കും നന്ദി പറഞ്ഞു. കുടുംബാംഗങ്ങൾക്ക്, ഏറെ പ്രത്യേകിച്ച് അമ്മമാർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു. എനിക്കൊരു പുത്തൻ അനുഭവമായിരുന്നു. ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലെ ഒരു അധ്യാപികയായി ഞാൻ സെയിൻറ്റ് ആൻ്റണി സ്കൂളിൻ്റെ ഒരു അംഗത്തെ പോലെ തന്നെ എനിക്ക് തോന്നി. അത്രയും നല്ലതുപോലെയാണ് അവർ നമ്മളോട് ഇടപഴകിയത്. അതിനിടയിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവരതിനു വേണ്ടിയും സമയം കണ്ടെത്തി. ചെറിയൊരു കേക്കൊക്കെ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് സെറമണി പോലെ ഉണ്ടായിരുന്നു. പിന്നീട് എച്ചമ്മിൻ്റെ മക്കളും 2 പേരും ഭയങ്കര സ്നേഹമുള്ള 2 മക്കളായിരുന്നു. നമ്മുടെ കൂടെ ഗ്യാബിനെ കുറച്ച് നേരം കളിപ്പിച്ചു. എല്ലാത്തിനും അവർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു മാതൃകയായ അമ്മ, ഒരു മാതൃകയായ അധ്യാപിക. അങ്ങനെ കണ്ടുമുട്ടാനും ഒരുപാട് സമയം ചിലവഴിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.